ഹലോ, അപ്പം നീ എൻ്റെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓട്ടോക്ക് പോകാനുള്ള ദൂരം ഉണ്ടോ ചോദിച്ചാൽ ദൂരം ഉണ്ടേനു. പക്ഷേ എങ്കിൽ നമുക്കൊക്കെ നടക്കാൻ പറ്റുന്ന പ്രായമാണല്ലോ. അപ്പോൾ നമുക്ക് നടന്ന് പോകാനുള്ള ദൂരം ഉള്ളൂ എന്ന് വെച്ചാൽ അങ്ങനെയുള്ളൂ കേട്ടോ. വേണമെങ്കിൽ ഓട്ടോക്ക് പോകാം, നമുക്ക് വേണമെങ്കിൽ നടക്കാം, അത്രയുള്ള ദൂരമുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു രസമായിട്ട് ഇങ്ങനെ നടക്കാം. ഒറ്റയ്ക്ക് നടക്കാം ഇത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ഒറ്റയ്ക്ക് ഓട്ടോക്ക് പോയിട്ട് നല്ല നടക്കണം വിചാരിച്ചു. അപ്പോൾ ഞാൻ ബസ്സിനാണ് വരുന്നതെന്ന് വീട്ടിൽ വിളിച്ചിട്ട് അപ്പോൾ എൻ്റെ വാപ്പ വൈക്ക് വെയിറ്റ് ചെയ്ത് കൊടുക്കട്ടോ. ബസ് ഇറങ്ങിടത്ത് വെയിറ്റ് ചെയ്തേരു സംഭവം. പക്ഷേ എങ്കിൽ ഞാൻ കുറച്ച് അപ്പുറത്ത് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ നമ്മളുണ്ടാവും അങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞു പോകുന്നു. അപ്പോൾ വാപ്പുള്ളതുകൊണ്ട് എനിക്ക് ഓട്ടോ കിട്ടിയാൽ തിരക്കിടില്ലേനു എന്നൊക്കെ അതിനു പിന്നെ ഓട്ടോ കിട്ടണമെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് നടക്കണം, അത്രയും കൂടെ നടക്കണം. അപ്പോൾ അതിനായിട്ട് നല്ല വീട്ടിലേക്ക് നടക്കാമെന്ന് വിചാരിച്ച് വാപ്പറ മടക്ക് വണ്ടി കിട്ടിയാൽ നമുക്ക് കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് മടക്ക് വണ്ടിയൊന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മളിങ്ങനെ ഓരോ വർത്തമാനം പറഞ്ഞ് പോന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കാഴ്ച കണ്ടത് കേട്ടോ. സ്കൂൾ കുട്ടികൾ ഇങ്ങനെ അവിടെയും ഇവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. 2-3 ആളൊക്കെ ഉണ്ട് ഒരു പെണ്ണുവാണായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ തോനൊന്നും ഓരോ ഇടത്തില്ല കേട്ടോ. ഓരോ പ്രൈവസി നമ്മൾ നഷ്ടപ്പെടുത്തേണ്ട വിചാരിച്ചിട്ട് ജസ്റ്റിൻ്റെ വീഡിയോയിൽ പെട്ടുപോയതാണത്. അപ്പം തന്നെ നമ്മൾ വന്നപ്പോൾ ഒരാൾ മരത്തിൻ്റെ ചോട്ടിൽ തന്നെ ചക്ക തിന്നുകൊണ്ടിരിക്കണോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത്ര ടേസ്റ്റ് വിചാരിച്ച് ഞാനും ഒന്നും എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എനിക്ക് തോന്നി വേണ്ട വന്നേക്കിന് തിന്നണ്ട വിചാരിച്ച്. പിന്നെ ഞാൻ എടുത്തില്ല. പിന്നെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കണ്. അപ്പോൾ വാപ്പ മിഠായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും വാങ്ങിയിട്ടില്ലേനു. അപ്പോൾ എമിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഉള്ളിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ എമിക്ക് അത് കൊടുത്ത് എമിക്ക് എന്നെ കണ്ടപ്പോൾ ഞാൻ കുറേ ആയി വന്നിട്ട് എന്തോ മറന്നു പോലേനു. അപ്പം അമ്മ കുറേ ടൈമായി ഫുഡ് കഴിക്കുക എന്ന് അറിയിച്ചു തുടങ്ങിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു അമ്മ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പം അമ്മക്ക് നോമ്പാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒറ്റയ്ക്ക് തിന്നണം. കുഞ്ഞോളാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിക്കാണ്, വാപ്പയാണെങ്കിൽ ഇപ്പം ഒന്നും തിന്നൂല. അങ്ങനെ നല്ല ചക്ക കൂട്ടാനും മീൻകറി പിന്നെ എന്തോ ഒരു കറിയും കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഞാൻ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ലാമി ഉറങ്ങിക്കേനു. കുഞ്ഞോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഉറക്കിയിട്ട് പോയി തരും. പിന്നെ ഓളിതാ നീച്ചിട്ടുണ്ട്. ഓക്ക് പാല് കിട്ടാത്ത സങ്കടം ഒട്ടിക്കാണത്. അങ്ങനെ ഓളമ്മാനെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കണ്ടിട്ട് നമ്മൾ ഒക്കെ പാല് കുടിക്കാൻ ഇറച്ചുണ്ടായിരിക്കുന്നത്. ഉറങ്ങി നീച്ചപ്പോൾ തന്നെ എന്താണെങ്കിലും ഒക്കെ പാല് വേണ്ടി വരുമല്ലോ. അപ്പോൾ ഒക്കെ എന്തോ ഒരു സന്തോഷമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓളമ്മാനെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നു. പിന്നെ അങ്ങനെ ഓരോന്നാലോചിക്കാൻ ഇനി വീട്ടിലേക്ക് പോകണമല്ലോ. എന്താ പൊന്നിനും സനിനും കൊണ്ടുവന്നിട്ടില്ല, എന്താ സ്കൂളാണ്, അതുകൊണ്ട് രണ്ടാളെയും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണ്ടേ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളെ അനു വന്നത്. അപ്പോൾ ഓളെ കാക്കുനെ കണ്ടപ്പോൾ തല പൊന്തിച്ച് നോക്കിട്ടോ. പിന്നെ ഓളമ്മ അപ്പോഴും എത്തിയിട്ടില്ലായിരുന്നു. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഓളമ്മ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ടൈം കഴിഞ്ഞാൽ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ചായയൊക്കെ കുടിച്ച് പിന്നെ ഒരു 6 മണി ബസ്സിന് ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയുള്ളൂ.